വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു മൂവിക്ക് പോകുന്നതിന് ഒരു കുട്ടി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. സോ നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റുള്ളത്, കാരണം വീട്ടിലാണല്ലോ. അപ്പം അതിൻ്റേതായ ലേസിനെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി രാവിലെ നമ്മൾ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിൽക്കുമ്പോഴാണ് നമുക്ക് 2 മൂവി ടിക്കറ്റ് കിട്ടിയത്. എന്നാൽ പിന്നെ പോകാമെന്ന് പറഞ്ഞ് കസിൻകുട്ടിയെ വിളിച്ചപ്പോൾ അവനാണെങ്കിൽ ഒടുക്കത്തെ തിരക്കാവും, വരുന്നില്ല. പിന്നെ നമ്മൾ വേറെ കസിനെ വിളിച്ച് നോക്കി. അപ്പോൾ അവൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ നമ്മളും അവളും കൂടെയാണ് പോകുന്നത് കേട്ടോ. ബസ്സിനാണ് പോകുന്നത്. മുണ്ടക്കം RD സിനിമാസിലേക്കാണ് പോകുന്നതും. സോ അവളും റെഡിയായി ടൗണിലേക്ക് വരും, നമ്മളും റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ ടൗണിലേക്ക് പോകുന്നു, ബസ് കയറുന്നു, RD സിനിമാസിൽ പോയി സിനിമ കാണുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ കം ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ അതാ ടൗണിലേക്ക് വന്നു, ബസ് കയറി നേരെ നമ്മൾ RD സിനിമാസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ടിക്കറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കൊന്നും പോയില്ല, നേരെ തിയേറ്ററിലേക്ക് വന്നു. നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി വരുമ്പോഴത്തേക്കും നമുക്കൊരു കണ്ണാടിയും കൂടെ തരും കേട്ടോ, കാരണം ഇത് 3D സിനിമയാണല്ലോ. എനിവേ ഇതാ മൂവിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടോവിനോയുടെ അഭിനയം ഒരു രക്ഷയില്ല, തകർത്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു 3D സിനിമ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വീഗാലാൻഡൊക്കെ പോയപ്പോൾ 3D തിയേറ്ററിലൊക്കെ ഇരുന്ന് കുഞ്ഞു കുഞ്ഞു മൂവീസൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ഫുൾ ടൈം ഒരു 3 hours മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. എനിവേ ഫസ്റ്റ് എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ബ്രേക്കിൻ്റെ സമയത്ത്, ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി ഇതാ പോപ്കോണൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാവരും വെയിറ്റിംഗ് ആണ് ബാക്കി മൂവി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്പെക്സ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരുന്നാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ മൂവിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിവേ നിങ്ങൾ ഇതുവരെ ഏറും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണണം. അതിൻ്റെ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടണം കേട്ടോ, എന്നാലേ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മൾ RD സിനിമാസിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ ഫ്രൈഡേയ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, അതൊരു ആചാരമായിപ്പോയി നമുക്കിപ്പോൾ. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ ഫ്രൈഡേയ്സിൽ കയറിയിട്ട് 2 നെഗറ്റ്സ് ബർഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സാധനം ചൂടോട് കൂടിയിട്ട് നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കഴിച്ച് നോക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രൈഡേയ്സിൻ്റെയൊക്കെ വീഡിയോസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഷോപ്പിനെ പറ്റി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുണ്ടക്കയംകാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് അടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യുക കേട്ടോ, ഈ കാണുന്ന ബർഗറിന് എത്ര രൂപ ആയിട്ടുണ്ടാവുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് അത് പറയുന്നുണ്ടാവും. അപ്പോൾ എനിവേ നമ്മൾ അവിടെ നിന്ന് ബർഗറൊക്കെ അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഴിച്ചു. കൂടെ നമ്മൾ ഒരു മിൻറ്റ് ലൈമും ഒരു സോഡ ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ രണ്ടുപേരും കഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നാളെ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണ്. നാളെ തൊട്ട് നമുക്ക് വർക്കിനും കയറണം. അതുകൊണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ഒരു എൻജോയ്മെൻറ്റ്, ഒരു ഫ്രീ ഡേ ആയിട്ടാണ് കേട്ടോ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. എനിവേ അതൊക്കെ കഴിഞ്ഞു, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് ഫ്രൈഡേയ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബസ്സിന് കയറി നേരെ നമ്മൾ നമ്മുടെ ടൗണിൽ വന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് റോഡ് വഴിയും പോകാൻ, ഞാൻ ഇതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേ കയറിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.